നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. റോട്ടറി ക്ലബ്ബ് പേരാമ്പ്രയും സിൽവർ കോളേജും സംയുക്തമായി മലബാർ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സ്തനാർബുദ ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA പേരാമ്പ്ര സെക്രട്ടറി ഡോക്ടർ ആശ ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ചികിത്സ നൽകുന്നതിനുമായാണ് റോട്ടറി ക്ലബ്ബ് പേരാമ്പ്രയും സിൽവർ കോളേജ് പേരാമ്പ്രയും ചേർന്ന് മലബാർ ക്യാൻസർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ സിൽവർ കോളേജിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മലബാർ കോളേജ് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും IMA പേരാമ്പ്ര സെക്രട്ടറിയുമായ ഡോക്ടർ ആശ ജോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്തനാർബുദത്തിന് വേണ്ടി മാത്രം ഒരു മാസം മാറ്റിവെച്ച് ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുകയെല്ലാം ചെയ്യുന്ന എന്താ കാരണം അറിയാമോ? 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് സ്തനാർബുദം അല്ലെങ്കിൽ സ്തനാർബുദം ഉണ്ടാകാൻ വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും പല സ്ത്രീകൾക്കും മടിയാണ് ഇത് പുറത്ത് കാണിക്കാനും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും. രണ്ടാമതായിട്ട് ഈ ഡോക്ടറെ കാണിച്ചെങ്കിൽ തന്നെ ആ ടീച്ചർ പറയുകയുണ്ടായി, അസുഖം കണ്ടുപിടിച്ചാൽ അതെങ്ങനെ ചികിത്സിക്കും, അതിന് ചികിത്സയുണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ചിന്തയിൽ ഇങ്ങനെ ഇരുന്ന് വരുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിച്ചാൽ ഒരു പരിധി വരെ ഒരു 95% ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമാണ്. അത് നിങ്ങൾ സ്തനാർബുദം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു ഡോക്ടറെ കാണിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡോക്ടർ പറഞ്ഞ ഡോക്ടർ ക്ലാസ് ചിലപ്പോൾ ഉണ്ടാകും. എന്തൊക്കെ കാരണം നടത്താനാണ് ഒരു സ്ത്രീക്ക് അതിൻ്റെ സ്ഥലങ്ങളിൽ ഇങ്ങനെ രോഗം വന്നിട്ടുണ്ട്, അർബുദമാവാൻ അല്ല വേറെ ഏതെങ്കിലും അസുഖമാകാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജയരാജൻ കൽപ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ CK വിനോദ് കുമാർ, IMA പ്രസിഡന്റ് വിൻസെന്റ്, കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ AK തറുവൈ ഹാജി, VS രമണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ ഹർഷ സ്തനാർബുദത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. മാറ്റേണ്ടി വന്നാലും തീർച്ചയായിട്ടും പുതുതായി, അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സർജറീസ് ഒക്കെ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒന്നും വേണ്ട. ആഞ്ചലിന ജോളി എന്നൊരു നടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ഹോളിവുഡ് നടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറച്ച് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടോ? അവർ അമ്മയുടെ പാരമ്പര്യം കൊണ്ട് ചില ക്യാൻസേഴ്സ് വരുന്നത്, ഈ അണ്ടാശയ ക്യാൻസറും മാറിലെ ക്യാൻസറും ഒക്കെ ചെറിയൊരു പാരമ്പര്യ ഘടകവും കൂടിയുണ്ട്. അപ്പൊ അവർ അമ്മയുടെ ഹിസ്റ്ററി പ്രകാരം അവർക്ക് ഈ പ്രകാശങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് മാറും എടുത്ത് കളഞ്ഞു, അണ്ടാശയത്തിന്റെ ഭാഗം യൂട്രസ് ഒക്കെ എടുത്ത് മാറ്റിയിരുന്നു. എന്നിട്ട് അത് നാട്ടുകാരോട് പ്രസ് മീറ്റിൽ വെച്ച് പറയുകയും ചെയ്തു. അത് പ്ലാസ്റ്റിക് സർജറി വഴി റീക്രിയേറ്റ് ചെയ്ത് അവരിന്ന് ഹോളിവുഡിലെ നല്ല നടിയല്ലേ. അവർ പറയാൻ പഠിക്കുന്നുണ്ടോ? എന്നാൽ നമ്മുടെ നാട്ടില് ഷുഗറും പ്രഷറും പറയാൻ വളരെ എളുപ്പമാണ്. ആരോടൊക്കെ ഷുഗറിന്റെ പ്രഷറില്ലെന്ന് പറയാൻ മടിയില്ല. ഹാർട്ടിന് ബുദ്ധിമുട്ടെന്ന് പറയാൻ മടിയില്ല. ബ്രസ്റ്റിനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ക്യാൻസറിനൊരു ബുദ്ധിമുട്ടെന്ന് പറയാൻ മടിയുണ്ടോ ഇല്ലയോ? പറയോ? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൂട്ടത്തിൽ ആർക്കും വേണ്ടാന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് ഇന്നത്തെ ക്യാമ്പ് നല്ല രീതിയിൽ ദൈവത്തിന്റെ സഹായം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതേ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമ്പിൽ ആശംസകൾ നേരുന്നു. ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഗായത്രി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് രാജാബാലൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.